SSCയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റബിൾ GD, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, SSF, റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് ആൻഡ് സിപ്പോയി ഇൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ 2025. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ 5/9/2024 മുതൽ 14/10/2024 വരെയാണ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/10 തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയേണ്ടതാണ്. ഇതിൻ്റെ ഫീ പേയ്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നത് 15/10/2024. ഏകദേശം 39,000-ഓളം വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വേക്കൻസി നോക്കുന്നേരം ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത് BSFലാണ്. മെയിൽസിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ വേക്കൻസിയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൽസിൻ്റെ BSFിൻ്റെ വേക്കൻസി നോക്കുമ്പോൾ 13,306 വേക്കൻസിയാണ് വന്നത്. CASFന് 6,430, അതുപോലെ തന്നെ CRPFന് 11,299, SSBക്ക് 719, ITBPക്ക് 2,564, ആസാം റൈഫിളിന് 1,148, SSFന് 35, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോൻ്റെ ഒഴിവിലേക്ക് 11 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 35,613 വേക്കൻസിയാണ് മെയിൽസിന് വന്നിരിക്കുന്നത്. ഫീമെയിൽസിൻ്റെ നോക്കുമ്പോൾ BSF 2,348, 715 CASFും, CRPF 242. SSBയിലേക്ക് ഫീമെയിലിന് വേക്കൻസി വരുന്നില്ല. അത് കഴിഞ്ഞ് ITBP നോക്കുമ്പോൾ 453 വേക്കൻസിയാണ്. ആസാം റൈഫിൾസ് 100 വേക്കൻസിയും, SSFന് വേക്കൻസി വരുന്നില്ല. നാർക്കോട്ടിക് NCBക്ക് 11 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഓരോ സേനകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. BSF എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ്. നമ്മുടെ ബോർഡറിൽ ഏറ്റവും കൂടുതൽ ജോലികൾ ചെയ്യുന്ന ഒരു ഫോഴ്സാണ് BSF. അത് കഴിഞ്ഞിട്ട് CISF വരുമ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ്. അത് മെയിനായിട്ട് വരുന്നത് മെട്രോ, അതുപോലെ തന്നെ എയർപോർട്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിലൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ CISF വരുന്നത്. CRPF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യൻ പോലീസാണ്. അപ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന നക്സൽ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ CRPF എന്ന് പറയുന്നത്. SSB എന്ന് പറഞ്ഞാൽ സശസ്ത്ര സീമാ ബെല്ല്. അത് പ്രധാനമായിട്ടും വരുന്നത് നേപ്പാൾ ബോർഡർ സ്ഥലങ്ങളിലേക്കാണ് SSB സശസ്ത്ര സീമാ ബെല്ലിന് ഡ്യൂട്ടി വരുന്നത്. ITBP എന്ന് പറയുന്നത് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസാണ്. അത് വരുന്നത് മെയിനായിട്ട് ചൈന ബോർഡർ, അതായത് കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ മുതൽ ചൈന ബോർഡർ മുഴുവനായിട്ടും ITBP ആണ് സെക്യൂരിറ്റി നോക്കുന്നത്. ആസാം റൈഫിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഇന്ത്യൻ ആർമിയുടെ അതേ യൂണിഫോമാണ് ITBPക്ക് വരുന്നത്. അതുപോലെ തന്നെ അവരെ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആസാം റൈഫിൾ വരുന്നത് ആസാം അങ്ങനത്തെ നോർത്ത് ഈസ്റ്റിലുള്ള പ്രദേശങ്ങളിലേക്കാണ് ആസാം റൈഫിളിന് ജോലി ഉണ്ടാകുന്നത്. പിന്നെ SSF എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സാണ്. പിന്നെ NCB എന്ന് വെച്ചാൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ പേ ഓഫ് സ്കെയിൽ വരുന്നതെന്ന് വെച്ചാൽ 21,700 മുതൽ 69,100 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ 18 മുതൽ 23 വയസ്സ് വരെയാണ് ഒരു നോർമൽ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. SC/ST പറയുക OBC എക്സ് സർവീസ്മാനാണെങ്കിൽ നിങ്ങൾക്ക് വയസ്സിന് ഇളവ് വരുന്നുണ്ട്. SC/ST ആണ് 5 വർഷത്തെ ഇളവുണ്ട്, അതായത് ഒരു 28 വയസ്സ് വരെയും. OBC ആണെങ്കിൽ ഏകദേശം 26 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ എടുത്ത് വെക്കേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ എടുത്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ സംഭവം കിട്ടുള്ളൂ. കാരണം ക്രൂഷ്യൽ ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് യൂസ് ചെയ്യാനാവും. അല്ലാത്തത് ചിലപ്പോൾ ഔട്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ NCCക്കാർക്ക് ബോണസ് മാർക്കുണ്ട്. C സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് 5% മാർക്ക് എക്സാമിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റാണ് 3%, A സർട്ടിഫിക്കറ്റാണ് 2% മാർക്കും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്സിന് മാർക്കുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ SSC ഗവൺമെൻറ് ഇൻ എന്ന സൈറ്റിൽ കൂടെ ആദ്യം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ തന്നെ ഫീ വരുന്നത് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. പിന്നെ SC/STയും അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, പിന്നെ വുമൺ കാൻഡിഡേറ്റിനും ഇതിന് ഫീസ് വരുന്നില്ല. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമാണ് ഫസ്റ്റ് വരുന്നത്. എക്സാം കഴിഞ്ഞ് എക്സാമിന് നിശ്ചിത ഒരു കട്ട് ഓഫ് വന്ന് അത് കടക്കുന്നവരെയായിരിക്കും ഫിസിക്കൽ എക്സാമിനേഷന് വിളിക്കുക. അത് കഴിഞ്ഞ് ഫിസിക്കൽ പാസ്സായി വരുന്നവരെ മെഡിക്കലിന് ക്ഷണിക്കും. അങ്ങനെ മെഡിക്കലിന് ക്ഷണിച്ച ആൾക്കാരുടെ നിന്നൊരു ഫൈനൽ കട്ട് ഓഫ് ഇട്ട് ആ ഫൈനൽ കട്ട് ഓഫ് മറികടക്കുന്നവരായിരിക്കും ജോലിയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എക്സാമിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതുപോലെ ജനറൽ നോളജ്
ആൻഡ് ജനറൽ അവയർനെസ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇതിൽ ഈ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ഓരോന്നിനും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. അതിനനുസരിച്ചുള്ള നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. കഴിഞ്ഞ കൊല്ലം നെഗറ്റീവ് മാർക്ക് വന്നത് 0.25 ആയിരുന്നു. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് കിട്ടിയതിൽ നിന്ന് പോകുന്നൊരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ GD എക്സാമിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽ കാൻഡിഡേറ്റിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത്. അതുപോലെ തന്നെ മിനിമം 50 കിലോ വേണം. പിന്നെ മെയിൽ കാൻഡിഡേറ്റിന് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നോർമലും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള കാര്യവും ഉണ്ടായിരിക്കണം. ഇത് എക്സ് സർവീസ്മാൻമാർക്ക് ഫിസിക്കലിന് അവിടെ പോയാൽ മതി, അത്ര മാത്രം മതി. അവർ ഫിസിക്കൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ നോക്കുന്നേരം 5 കിലോമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റിന് 24 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് 1.5 കിലോമീറ്റർ 8.5 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആണ്. ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ സംഭവമാണ് 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് മെയിലിൽ വരുന്നത്, ഫീമെയിൽ 157 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബിന് ഹൈറ്റിന് റിസർവേഷൻ ഉണ്ട്, അതായത് 162.5 മതി മെയിലിന്, അതുപോലെ ഫീമെയിൽസിന് 150 മതി. ചെസ്റ്റ് 80 വേണം നോർമൽ, മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 76 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ, സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഒക്കെ വേണം. പിന്നെ NCCൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണം. അതുപോലെ തന്നെ ഡൊമിസൈൽ പെർമനൻറ്റ് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പറ്റൻ്റ് അതോറിറ്റി, ഈ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. നല്ലൊരു അവസരമാണ്. 39,000-ഓളം വേക്കൻസിയാണ് ഈ പോസ്റ്റുകൾക്ക് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ GD എക്സാം കഴിഞ്ഞ് ഇപ്പോൾ കാൻഡിഡേറ്റ് എന്തിനു വേണ്ടി ഫിസിക്കലിൻ്റെ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യുക. ഒരു കാര്യം കൂടി പറയാം. ജനറൽ കാറ്റഗറിക്ക് 23 വയസ്സ് വരെയും, അതുപോലെ തന്നെ OBCക്ക് 26 വയസ്സ് വരെയും, SC STക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുന്നവരെല്ലാവരും തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കുക.